ഒരു പ്രദേശത്ത് വാദപ്രതിവാദം, ഇപ്പൊ എത്ര വാദപ്രതിവാദം നടന്നു കേരളത്തിൽ? കൊട്ടപ്പുറം വാദപ്രതിവാദം നടന്നു. പണ്ട് പങ്കെടുത്തത് ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാരാ. കത്തുകൾ കൈമാറിയത് ISM SYS ആണ്. അതേപോലെ നമ്മുടെ നാട്ടിൽ നടന്ന വാദപ്രതിവാദങ്ങൾക്കൊക്കെ പിന്നിൽ പ്രാദേശികമായ ഇത്തരം സംഘടനകളാണ് കത്ത് കൊടുക്കാറുള്ളത്. സംസാരിക്കുന്നത് പണ്ഡിതന്മാരാകും. അവരുടെ പദവി വെച്ചുകൊണ്ടല്ല വെല്ലുവിളികളും അതേപോലെ കത്തുകളും കൈമാറാറുള്ളത്. ഇത് നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഏതെങ്കിലും ഒരു സംഘടന ഏറ്റെടുക്കും, നടത്തും. ഈ കാലം വരെ നടന്നതൊക്കെ അങ്ങനെയാ. ഒരു KJUവിന്റെ സെക്രട്ടറി ആകുമ്പോൾ ഒരു KJUവിന്റെ ചരിത്രമെങ്കിലും, കേരളത്തിന്റെ ചരിത്രമോ ഇസ്ലാമിന്റെ ചരിത്രമോ ഇനി പ്രസ്ഥാനത്തിന് KJUവിന്റെ ചരിത്രമെങ്കിലും അയാൾക്ക് അറിയണ്ടേ? അയാളിപ്പോ പറഞ്ഞത് വെച്ചാൽ KJU ആർക്കും സംവാദത്തിന് കത്ത് കൊടുക്കാറില്ല, അല്ലെങ്കിൽ KJU ഒന്നും സംവാദത്തിന് പോകാറില്ല എന്നാ. എന്റെ കയ്യിലുള്ളത് പരപ്പനങ്ങാടിയിൽ വെച്ച് നടന്ന വാദപ്രതിവാദത്തിന്റെ കത്ത് ഇടപാടിന്റെ രേഖയാണ്. പരപ്പനങ്ങാടിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും മുജാഹിദുകളും നടന്നു. പരപ്പനങ്ങാടി വെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും കേരള ജംഇയ്യത്തുൽ ഉലമയും തമ്മിൽ വാദപ്രതിവാദം നടത്തുന്ന സംബന്ധിച്ച്, അല്ലാതെ ISM MSM SKSSF ഒന്നല്ല. എന്നാൽ ജംഇയ്യത്തുൽ ഉലമ ഇതില് ബഹുമാനനായ MCC അബ്ദുറഹ്മാൻ മൗലവിമാരുണ്ട്, അതുപോലെ തന്നെ KM മൗലവി. KM മൗലവി എന്ന് KJUവിന്റെ അടിസ്ഥാന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, MCC ഒക്കെ. അപ്പൊ KJUവിന്റെ നേതൃത്വത്തിൽ തന്നെ സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. സെക്രട്ടറി ഇല്ലെങ്കിൽ ആ ചരിത്രമൊക്കെ ഒന്ന് പഠിച്ചോളി. നിങ്ങൾ ഏതായാലും തൗഹീദൊക്കെ മാറ്റിയല്ലോ, ഏതായാലും ഈ ചരിത്രം മാറ്റില്ല നിങ്ങൾ. ഇതൊക്കെ ഇവിടെ ലിഖിതമായ ചരിത്ര രേഖകളാണ്. നിങ്ങൾക്ക് സംവാദത്തിന് വരാൻ പേടിയുണ്ടെങ്കിൽ വൈജ്ഞാനിക ചർച്ചയ്ക്ക് വരാൻ വേണ്ടി അത് പറഞ്ഞാൽ മതി. അതല്ലാതെ KJU ആരോടും വൈജ്ഞാനിക ചർച്ചയ്ക്ക് പോയിട്ടില്ല, സംവാദത്തിന് പോയിട്ടില്ല എന്നുള്ള തനിച്ച ബോഷ്ക്ക് വിഡ്ഢിത്തം, ചരിത്രപരമായ വിഡ്ഢിത്തം നിങ്ങൾ ഒരിക്കലും പറയരുത് എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്.